എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ആ ക്വീന് അവനാണെങ്കിൽ നിർത്താതെ ഷൂട്ട് ചെയ്ത് ഒരുപാട് പേരെ സോംബിയാക്കി മാറ്റും. ചോപ്പറിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവനാണെങ്കിൽ ഒറ്റയടിക്ക് ഒരാളെ ഷൂട്ട് ചെയ്ത് കൊന്ന ചോപ്പറിന് അത്രയും വിഷമം തോന്നില്ല. ഇത് ഒരാളെ സോംബിയാക്കി മാറ്റി അവനെ മാനസികവും ശാരീരികവുമായിട്ട് തകർത്ത് ഒരു മോൺസ്റ്റർ ആക്കി മാറ്റി പതിയെ പതിയെ ഇല്ലാതാക്കുന്നു. ക്രൂരതയാണ് അവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോപ്പർ അങ്ങനെ പല്ല് കടിച്ച് നിൽക്കും. ക്വീനാണെങ്കിൽ അതൊക്കെ കണ്ട് ഭയങ്കര എൻജോയ്മെന്റ്. അവനാണെങ്കിൽ വമ്പൻ സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് അപ്പാപ്പൻ ആളാണെങ്കിൽ പേടിയോടുകൂടെ ആളുടെ ഒരു അസിസ്റ്റന്റിനെ നോക്കുകയാണ്. അവന്റെ ബോഡിയിൽ ഇപ്പൊ ആ ഒരു വൈറസ് സ്പ്രെഡായി കഴിഞ്ഞു. അവനാണെങ്കിൽ അപ്പാപ്പനോട് ക്ഷമ പറയും. ഐ എം സോറി, ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് സെൽഫ് സാക്രിഫൈസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പക്ഷെ ഞാൻ നിങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു പറയും. അതിന് അപ്പാപ്പനാണെങ്കിൽ അവനെ തടയുകയാണ്. ഒരു കാരണവശാലും നീ ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്റെ കൺട്രോള് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ അത് നീ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓൾറെഡി ഉഡോൺ ജയിലിൽ വെച്ച് ഇതുപോലെ അവൻ വൈറസ് സ്പ്രെഡ് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ ചോപ്പർ അവൻ ആന്റിഡോട്ട് കണ്ടുപിടിച്ച് എല്ലാവരെയും ഹീൽ ചെയ്തു. എനിക്ക് പ്രതീക്ഷയുണ്ട് ചോപ്പറിന് അത് കഴിയും. സോ അതുവരെ എന്റെ ജീവന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറയും. അത് കേട്ട് അവന്റെയും മനസ്സ് മാറി. അവനിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരെ അറഞ്ചം പുറഞ്ഞം കടിക്കാനായിട്ട് തുടങ്ങും. ഇതിന്റെ അസിസ്റ്റൻസിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം. അവരാണെങ്കിൽ വിളിച്ചു പറയും, നീ ഞങ്ങളെ പോലും വെറുതെ വിടുന്നില്ലല്ലോ, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണേ, ഞങ്ങളെ തന്നെ നീ അറ്റാക്ക് ചെയ്യാണോ ചോദിക്കും. ക്വീൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പൊരിഞ്ഞ ഡാൻസ് ആണെങ്കിൽ നിർത്താതെ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ക്വീന് നന്നായിട്ട് അറിയാം ആ സോംബീസിന് വളരെ നന്നായിട്ട് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്ന്. ഇവിടെ ഹപ്പോമിനെ ആണെങ്കിൽ ഒരുപാട് സോംബീസ് റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അവനാണെങ്കിൽ ഏതു വഴി എങ്ങോട്ട് രക്ഷപ്പെടണം എന്നറിയില്ല. അവറ്റകൾ എത്രയും വേഗം അവനെ അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് സോറോ ആണെങ്കിൽ അവനെ റൗണ്ട് ചെയ്ത സോംബീസുകളെ വെട്ടിയെറിയും. പക്ഷെ ആരുടെയും തന്നെ ജീവന് അവൻ യാതൊരു ബാധകവും ഏൽപ്പിക്കില്ല. കാരണം കേസ് അവരെ ബാക്ക് ടു നോർമൽ ആക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലൈഫ് അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. സോറോ ആണെങ്കിൽ ചോപ്പറിനോട് അവർ രക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിക്കും. അതിന് ചോപ്പർ പറയും, തീർച്ചയായിട്ടും അവരുടെ ജീവനും ലൈഫും പിടിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയും. പക്ഷെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തിരികെ പിടിക്കുക എന്നത് വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്, എനിക്കതിന് അല്പം സമയം വേണം. ചോപ്പർ ആണെങ്കിൽ ക്വീനെ ചൂണ്ടിക്കാണിക്കും. അവനാണ് ആ ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്തത്. സോ അതിന്റെ ആന്റിഡോട്ടും അവന് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് കോപ്പികൾ എന്നെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സമയം വളരെ ചുരുക്കമാണ്. കാരണം സോംബീസുകളുടെ സ്ട്രെങ്ത് അത് ഓരോ മിനിറ്റ് കഴിയുന്തോറും കൂടുകയാണ്. സ്ട്രെങ്ത് കൂടിക്കൂടി വന്ന അവരുടെ ബോഡിയെ കൊണ്ട് അത് താങ്ങാനായിട്ട് കഴിയില്ല. അവരുടെ ബോഡി തന്നെ ബ്ലാസ്റ്റായി അവർ കൊല്ലപ്പെടും. അപ്പോഴായിരിക്കും ക്വീൻ വിളിച്ചു പറയുക, സോംബീസ് അഫക്റ്റ് ആയ ആളുകൾക്ക് അവർക്ക് ഒരേ ഒരു മണിക്കൂർ മാത്രമേ സർവൈവ് ചെയ്യാൻ കഴിയൂ. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടും. മൈക്കിലൂടെ ആ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ആഹ്ലാദിക്കുകയാണ്. അതേസമയം ഹപ്പോമനാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം അവന് ചുറ്റും സോംബീസുകൾ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവനാണെങ്കിൽ വായിൽ വന്ന ചീത്തയെല്ലാം തന്നെ ക്വീനെ വിളിക്കും. ക്വീൻ ഒറ്റൊരാൾ കാരണമാണ് ഇപ്പൊ ഇതൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഹപ്പോമാണെങ്കിൽ ഒരു വിധത്തില് ഇപ്പോ എക്സിറ്റിന്റെ അടുത്തേക്ക് വരും. അവൻ ആ ഡോറിൽ അറഞ്ചം പുറഞ്ഞു ഇടിക്കും. പക്ഷെ അത് ആരോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനെ കൊണ്ട് അത് തുറക്കാൻ കഴിയില്ല. ആ കാഴ്ച കണ്ട് അപ്പോമിന്റെ പേര് വിളിക്കും. അവൻ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം ഒരു ട്യൂബ് അവന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ക്വീൻ ആണെങ്കിൽ അവനോട് പറയും, ഞാൻ കണ്ടുപിടിച്ച ഈ വൈറസിന്റെ ആന്റിബോഡി ആണ് ഇപ്പൊ നിന്റെ കയ്യിലുള്ളത്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. എന്റെ കയ്യിലുള്ള ഒരേ ഒരു ആന്റിബോഡി അതാണ് നിനക്ക് തന്നത്. സോ അത് മിസ് ചെയ്ത് കളഞ്ഞ പിന്നെ എന്നെ കൊണ്ടൊന്നല്ല ആരെ കൊണ്ടും നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയും. ഹപ്പോമാണെങ്കിൽ ഷോക്കായിട്ട് ആ ആന്റിബോഡിയിലേക്ക് നോക്കും. അതേസമയം സോൾജിയേഴ്സ് ഉണ്ടായിരുന്ന സാമുറൈസ് അവരെല്ലാവരും ആ കാര്യം കേട്ട് ഹപ്പോയെയും അതുപോലെ തന്നെ അവന്റെ കയ്യിലുള്ള ആന്റിബോഡി നോക്കും. സോ അവരാഗ്രഹിച്ച ആന്റിബോഡി അത് ഹപ്പോവിന്റെ കയ്യിലാണ്. ഒന്നും നോക്കാനില്ല, ഹപ്പോമിനെ വെട്ടിക്കൊന്നിട്ടാണെങ്കിലും ആ ഒരു ആന്റിബോഡി അത് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും അവന്റെ അടുത്തേക്ക് ചേറിപ്പാഞ്ഞ് അടുക്കും. ക്വീനാണെങ്കിൽ ഒരു ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടായിരിക്കും തോന്നുക. അവൻ പാട്ടൊക്കെ പാടി ആ ഒരു ഗെയിം കണ്ട് ആസ്വദിക്കുകയാണ്. ഓപ്പറാണെങ്കിൽ അത് കണ്ട് നിർത്താതെ ക്വീനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഹപ്പോമിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള പേരിൽ ഇപ്പൊ ക്വീൻ അവൻ എട്ടിന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. ചോപ്പർ ആണെങ്കിൽ ഉസോപ്പിനോട് ഹപ്പോമിന്റെ കയ്യിലുള്ള ആന്റിബോഡി അതെങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ എത്തിച്ചു തരാനായിട്ട് പറയും. കാരണം ചോപ്പറിന് അത് കിട്ടിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾസ് അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ അഫക്റ്റഡ് ആയ എല്ലാവരെയും അവനെ കൊണ്ട് രക്ഷിക്കാൻ പറ്റും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ വില്ലന്മാരുടെ ടീം, ഒറോച്ചിയുടെ അസിസ്റ്റന്റ്, നമ്മുടെ ആൾക്കാര്, ഐസായി മാറിയവര്, അവരെല്ലാവരും അപ്പോമിന് നേരെ തിരിയും. അവനാണെങ്കിൽ ക്വീനെ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് അങ്ങനെ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഡാൻസ് കളിച്ച് പാട്ടുപാടെ എൻജോയ് ചെയ്യാണ്. ക്വീൻ വിളിച്ചു പറയും, ആന്റിബോഡി സുരക്ഷിതമായിട്ട്
മറ്റുള്ളവരെ തോൽപ്പിച്ച് നിനക്ക് ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗെയിമിൽ നീ ജയിക്കും. അതല്ല അവർ നിന്നെ തകർത്ത് അത് എടുക്കുകയാണെങ്കിൽ അവരും തോൽക്കും, നീയും തോൽക്കും. ശരിക്കും ഒരു ഫൺ ഗെയിമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ചെയർ ചെയ്യാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കൈഡോയെ കാണിക്കും. കൈഡോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഡ്രാഗൺ രൂപത്തിൽ നിന്ന് പതിയെ മാറി മാറി ഹ്യൂമൻ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ ഹ്യൂമൻ രൂപത്തിൽ തന്നെ അവന്റെ ഓരോ സോൾജേഴ്സിനെ കൊല്ലാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ഒക്കിക്യൂവിന് ശേഷം അടുത്തതായിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കടന്നു വരിക രണ്ട് കിങ്ങുകൾ, ഡോഗ് കിങ്ങും കാറ്റ് കിങ്ങും. രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ടെററായി കൈഡോയെ ലക്ഷ്യമാക്കി അങ്ങനെ നടന്നെടുക്കുകയാണ്. രണ്ടുപേർക്കും ഇപ്പൊ സൊലോങ് പവറുണ്ട്. പക്ഷെ അത് ഒരുപാട് നേരത്തേക്ക് അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ആ പവറിന്റെ ഹാങ് ഓവർ അത് പോകുന്നതിന് മുൻപ് തകർത്തില്ലാതാക്കണമെന്ന് പറഞ്ഞ് ഡോഗും കാറ്റും അവർ രണ്ടുപേരും കൈഡോയുടെ അടുത്തേക്ക് വന്ന് അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പക്ഷെ കൈഡോ അവൻ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ആണ്. 4 വാർലോഡുകളിൽ ഒരു മെയിൻ പവർഫുൾ ആയ വാർലോഡാണ്. അവനാണെങ്കിൽ അവന്റെ വെപ്പൻ അങ്ങനെ വീശി രണ്ടുപേരെയും ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കും. ഇവരോട് അടി കിട്ടി അവരങ്ങനെ വമ്പൻ ഫോഴ്സിൽ തെറിച്ചു വന്ന് ദൂരത്തായിട്ടുണ്ടായിരുന്ന ഒരു ചുമരില് അങ്ങനെ അടിച്ച് താഴേക്ക് വീഴുകയാണ്. ആ അടിച്ച അടിയിൽ അവരുടെ സുലോങ് പവർ അത് നഷ്ടപ്പെട്ട് അവർ നോർമലായി തീരും. കൈഡോ ആണെങ്കിൽ പുച്ഛത്തോടു കൂടെ നോക്കി പറയും, ഇനി ഞാൻ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. ക്ഷണവേഗത്തിൽ നിങ്ങളെ ഓരോരുത്തരായിട്ട് ഞാൻ കൊന്നു തീർക്കും. എനിക്ക് എത്രയും വേഗം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേട്ട് കിന്നും ടീമും ആണെങ്കിൽ പരസ്പരം നോക്കും. അവരിനി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താൽ കൈഡോയെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യണം, അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ പരസ്പരം ആ സമയത്ത് ഡിസ്കഷൻ നടത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് കൈഡോയുടെ മകള് അവളാണെങ്കിൽ ഇല്ലമാരെ രണ്ടുപേരെ അടിച്ചിട്ട് മൊമന്റോസ്കിയുടെ പിന്നാലെ ഓടുകയാണ്. എങ്ങനെയെങ്കിലും അവനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. കാരണം അവളിപ്പോ കൈഡോയുടെ മകളല്ല, മൊമന്റോസ്കിയുടെ പപ്പ ഓടനായിട്ടാണ് അവൾ അവിടെ തന്നെ കാണുന്നത്. ഈ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. സസക്കി ആണെങ്കിൽ ഇപ്പൊ കൈഡോയുടെ മകളോട് പറയും, നിങ്ങൾ കൈഡോയുടെ മകളാണ്, ദയവ് ചെയ്ത് കാര്യത്തിൽ നിങ്ങൾ ഇന്റർഫിയർ ചെയ്യാനായിട്ട് പാടില്ല. മൊമന്റോസ്കിയെ അവനെ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ആരൊക്കെ തടഞ്ഞാലും അവനെ ഞങ്ങൾ കൊല്ലും. അതേസമയം ഇവിടെ ഉണ്ട പെണ്ണ് ആണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി വായിലൂടെയും മൂക്കിലൂടെയും ചോരയൊക്കെ ഒലിപ്പിച്ച് വീണ് കിടക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ഇപ്പോ അവളുടെ മകൾ കടന്നു വരികയാണ്. ഉണ്ടപ്പെണ്ണാണെങ്കിൽ അവളോട് പറയും, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്ക് അറിയില്ല. എന്തിനാണ് ബോധമില്ലാതെ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഫോളോ ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, മൊമന്റോസ്കിയെ അവനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് അവളാണെങ്കിൽ ഉണ്ടപ്പെണ്ണിനെ കൈ പിടിച്ച് പറയും, നീ അത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ചെയ്യും. കാരണം മൊമന്റോസ്കി എന്റെ മകനാണ്. അത് കേട്ട് മൊമന്റോസ്കി ഡബിൾ ഷോക്ക്. അവളാണെങ്കിൽ നിർത്താതെ പറയും, ഓടനെ എന്റെ കൺമുമ്പിൽ വെച്ചാണ് അവരെല്ലാവരും ഇല്ലാതാക്കിയത്. അന്നു മുതൽ ഞാൻ ഓടനായി മാറി. മാത്രമല്ല ഉണ്ടപ്പെണ്ണിനെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ അന്ന് കൊടുത്ത സ്പീച്ച് അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അതിലൂടെയാണ് ഞാൻ ഇത്രയും പവർഫുള്ളായി ഓടനായി മാറിയെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ടെററായി നിൽക്കും. അടുത്ത നിമിഷം സസക്കിയും ടീമും ചേർന്ന് അവർ അറഞ്ച പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. കൈഡോയുടെ മകളാണെങ്കിൽ ഇപ്പൊ ഉണ്ടപ്പെണ്ണിനെ മൊമന്റോസ്കിയും പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ച് അവളുടെ മുതുകിൽ ആ അറ്റാക്ക് എല്ലാം ഏറ്റുവാങ്ങും. ഒരുപാട് നേരം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് സസക്കി ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും ഓടന്റെ പരമ്പര അതിവിടെ വേറെ ഓടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഉണ്ടപ്പെണ്ണും മൊമന്റോസ്കിയും പേടിയോടുകൂടെ ഇപ്പൊ കൈഡോയുടെ മകളെ നോക്കും. അവളുടെ ബോഡിയിൽ ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ അവൾ അപ്പോഴും പവർഫുൾ ആയി നിൽക്കുകയാണ്. അവൾ അങ്ങനെ ടേൺ ചെയ്ത് കൈവച്ച് ഒന്ന് സ്വിങ് ചെയ്യും. ആ ഗ്യാപ്പിൽ ഒരു വലിയ പവർ അതങ്ങനെ ക്രിയേറ്റ് ആയി ആ വില്ലന്മാരുടെ ദേഹത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ നാനാഭാഗത്തേക്ക് തെറിച്ചു പോവാണ്. കാരണം അവൾ കൈഡോയുടെ മകളാണ്. അവളുടെ പവർ അത് അത്രയ്ക്കും കൂടുതലാണ്. അവളാണെങ്കിൽ വീണ്ടും അവരോട് പറയും, പ്രൊട്ടക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഞാൻ കൊറിയയിലേക്ക് വരാൻ ഒരുപാട് തവണ ശ്രമിച്ചു. പക്ഷെ എന്റെ പപ്പ ആൾ ഇത്രയും നാളും എന്നെ ഒരുപാട് ഉപദ്രവിച്ച് റൂമിൽ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഞാനാണ് സാക്ഷാൽ യമട്ടോ, കൈഡോയുടെ മകൾ. പക്ഷേ കൈഡോയുടെ മകൾ എന്നല്ല, എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ് അവളങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് കണ്ട് ഉണ്ടപ്പെണ്ണും മൊമന്റോസ്കിയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവർക്ക് രണ്ടുപേർക്കും അവളിൽ വല്ലാത്തൊരു വിശ്വാസം തോന്നും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.